അപ്പോൾ നമുക്ക് ഒരു ഇൻവൊക്കേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്താലോ ഗായ്സ്? എന്താ നിങ്ങളെ അഭിപ്രായം? ആരും കാണുന്നില്ല, ക്യാമറ ഒക്കെ ഒന്ന് ഓണാക്കി നല്ല രസമാണ്. ആൾക്കാർ ഇപ്പോഴും വന്നോണ്ട് ഒരു 2 minutes കൂടി കഴിഞ്ഞോട്ടല്ലേ? ഓക്കെ. അപ്പോൾ വേറെ സെഷൻസ് ഒക്കെ ഉണ്ട് ഗായ്സ്. ഇവിടെ സിഞ്ചു ബ്രോയുടെ സെഷൻ ഉണ്ട്. എന്തൊരു സുഡോക്കോ അല്ല, സുഡോക്കോ അല്ല, എന്തെങ്കിലും സുജോക്ക് തെറാപ്പി, ഒരു ഹീലിംഗ് തെറാപ്പി ഉണ്ട്. ആൾട്ടർനേറ്റീവ് തെറാപ്പി പെടുന്ന മുദ്ര തെറാപ്പി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മുദ്രയുടെ ക്ലാസ് ഇന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ പ്ലാറ്റിനം മെമ്പർ സംഗീതച്ചേക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടിയായതുകൊണ്ട് ഞങ്ങൾ പ്ലാറ്റിനം മെമ്പേഴ്സിന് മാത്രം ഒതുക്കേണ്ടി വന്നു. യാദവ് ബ്രോ, വാട്ട് ഡു യു ഡു ഇൻ റിയൽ ലൈഫ്? പിള്ളേർക്കൊക്കെ മനസ്സിലായിട്ടോ, പണി തരൊന്നുമില്ലാതെ. ഫണ്ണി ഗായ്സ്. അത് എടാ, ഞാനൊരു ബിസിനസ് റൺ ചെയ്യാണ്. എൻജിനീയറിംഗ് ആണ്, നമ്മൾ പഠിച്ച എൻജിനീയറിംഗ് ആണ്, ഇലക്ട്രിക്കൽ. അപ്പം അതിങ്ങനെ റൺ ചെയ്യാണ്. അതിൻ്റെ കൂടെ സ്പിരിച്വാലിറ്റി ഇങ്ങനെ കൊണ്ടുപോയി ഇപ്പം മെല്ലെ 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 സ്പിരിച്വാലിറ്റി മെയിനും അതിങ്ങനെ സൈഡിൽ കൂടെ കൊണ്ടുപോകുന്ന ലെവലിലാണ് ഇപ്പോൾ പോണത്. അതാണ് നമ്മുടെ പരിപാടി. തോമയ്ക്ക് ഇന്ത്യൻ രാമനെ പറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞ പോലെ ഒക്കെയാണ് കഥ. ഇപ്പം എത്ര ആളായി? 15 ആളായില്ലേ? ഓക്കെ. അപ്പോൾ നമുക്കൊരു ഒരു ഗ്രേറ്റ് ഇൻവൊക്കേഷൻ വേണോ? ഫസ്റ്റ് ഒന്ന് ഇൻവൊക്കേഷൻ ചെയ്യാല്ലേ? എല്ലാവരും ഒന്ന് കണ്ടാളോ നമുക്ക്. ഓക്കെ, എല്ലാവരും സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, കൈകൾ ഓപ്പണാക്കി വെക്കുക. ഓപ്പണാക്കി വെക്കുക. അപ്പോൾ കൈകൾ ഓപ്പണാക്കി വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ എനർജി നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുക, ഫീൽ ചെയ്യാൻ പറ്റുക. ഇതൊക്കെ പ്രാണിക് ഹീലിങ്ങിൻ്റെ ടെക്നിക്സാണ്, എൻ്റെതല്ല. ഓക്കെ. അപ്പോൾ വിഷ്വലൈസ് എ വൈറ്റ് ലൈറ്റ്, എ ബിഗ് വൈറ്റ് ലൈറ്റ്. ഓക്കെ. അത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ എനർജി, യൂണിവേഴ്സ്, ഏത് പേരിട്ടും നിങ്ങൾക്ക് ആ വൈറ്റ് ലൈറ്റിനെ വിളിക്കാം. ജസ്റ്റ് വിഷ്വലൈസ് ദാറ്റ് ബിഗ് വൈറ്റ് ലൈറ്റ്. അവിടെ നിന്നൊരു ബീം ഓഫ് ലൈറ്റ് നിങ്ങളുടെ ഓറ, നിങ്ങളുടെ ക്രൗൺ ചക്രയിലേക്ക് വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. And let that white light fill every cell of your body. Now you are connected to the divine. Let's invoke to the Supreme God, Divine Father, Divine Mother, to my spiritual teacher, to all the spiritual teachers, all the great ones, holy gurus, holy masters, saints, archangels, healing angels, healing ministers, spiritual helpers, all the holy angels, to my higher self and divine self. We invoke for a divine blessing, for a divine guidance, for a divine love and mercy. For inner healing, physical healing and psychological healing. For abundance and prosperity. For divine help and protection. Be still, be still. Experience the downpour of energy. Assimilate it, absorb it. Absorb to your chakras, to your aura. With thanks, in full faith, we thank you. Now slowly open your eyes, guys. Namaste. Namaste. ശാലി മാഡം, എന്തൊക്കെയാണ് യുദ്ധഭൂമിയിൽ പുതിയൊരു പടം? വി ആർ ലൈവ് എന്ന് ഇട്ടാട്ടെ. വി ആർ ലൈവ്. ഓക്കെ, ഇത് കഴിഞ്ഞു. നമ്മൾ ആരോടും പറഞ്ഞില്ലെന്ന് അറിയണ്ടല്ലോ അമ്മേ. അപ്പോൾ എന്തൊക്കെയാണ് ഗായ്സ് വിശേഷങ്ങൾ? എന്തൊക്കെയാണ് കലാപരിപാടികൾ? എല്ലാവരും ഉണ്ട്, എല്ലാവരും ക്യാമറ ഒക്കെ നിങ്ങളിഷ്ടം പോലെ. അസിറ്റ്സ് എ പബ്ലിക് പ്ലാറ്റ്ഫോം. എല്ലാം നമ്മളെ ആൾക്കാർ തന്നെയാണ്. അതിൽ നമുക്ക് അറിയാത്ത ആൾക്കാരില്ല എല്ലാവരും. അപ്പോൾ എങ്ങനെയുണ്ട് ഗായ്സ്? എന്താണ് നിങ്ങളുടെ സ്പിരിച്വൽ പാത്ത്? എങ്ങനെയുണ്ട്? എത്ര ആൾക്കാർ? ഇതിലെല്ലാവരും പ്രാണിക്കീലിംഗ് പഠിച്ചോ? കമൻറ്റ് ചെയ്യോ? പ്രാണിക്കിനി പഠിച്ച ആൾക്കാർ? അലൻ പഠിച്ചിട്ടില്ല. ശ്രീജ മാഡം പഠിച്ചു.
ആരതി പഠിച്ചു, വന്ദന പഠിച്ചു, പഠിച്ചിട്ടില്ല, വൈശാഖില്ല, യാദവില്ല. എന്താ യാദവ് അയ്യൊക്കെ എത്ര കാലം പഠിച്ചിട്ടും കിട്ടിയിരിക്കുന്നത്? ഇങ്ങനെ ഇരുന്നാൽ മതിയോ? അപ്പോൾ ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങളെ സേക്രഡ് ടീച്ചേഴ്സ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ഇപ്പം നമ്മൾ ഇൻവോക്ക് ചെയ്ത സമയത്ത് സ്പിരിച്വൽ ഹെൽപ്പേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാ ആൾക്കാർ നിങ്ങൾ ക്ഷമിക്കുക. ഇപ്പോൾ സ്പിരിച്വൽ ഹെൽപ്പേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ സ്പിരിച്വൽ ഹെൽപ്പറൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങിക്കഴിയുന്ന സമയത്ത്, ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഒരുപാട് ആൾക്കാരെ ഹീൽ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ പല പരിപാടികൾ ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ഹീലിംഗ് അറിയണം. അപ്പോൾ എന്താ പറയുക, രാത്രി ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് നിങ്ങളെ ഫിസിക്കൽ ബോഡി അവിടെ റെസ്റ്റ് ചെയ്യുന്നു, ഉറങ്ങുന്ന സ്പോട്ടിൽ തന്നെ നിങ്ങൾ ആസ്ട്രൽ ബോഡിയിലെത്തി, നിങ്ങൾ ആസ്ട്രൽ വേൾഡിൽ ട്രാവൽ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഹീൽ ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ സ്പിരിച്വൽ ഹെൽപ്പറായിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ഈ ടെക്നിക്ക് നിങ്ങൾക്ക് അറിയണം. ടെക്നിക്ക് അറിയില്ലെങ്കിൽ ഓരോ വിഷമിക്കുക, നമ്മൾ വിഷമിക്കുക, രതീഷ പൊട്ട രതീഷ എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കല്ലാണ്ട് ആരും കൊണ്ട് കാര്യമില്ല. അപ്പോൾ ടെക്നിക്സ് നമുക്കറിയണം, നോളേജ് നമുക്ക് വേണം, എന്തൊക്കെയാണ്, എവിടേക്കാണ്, എന്തൊക്കെ ചെയ്യണം, പല ഘട്ടങ്ങളിൽ. ഇപ്പോൾ കഴിഞ്ഞ സേക്രഡ് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ തന്നെ എന്നെ അഭിമാനം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട്, കാരണം നമ്മളൊരു മരിച്ചുപോയ സോളിനെ എങ്ങനെയാണ് നമ്മളത് ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഒന്നും എൻ്റെ നോളജ് അല്ല, എല്ലാം ഓരോ എസാട്ടോറിക് ടീച്ചിങ്സ് എന്ന് വരുന്ന സംഭവങ്ങളാണ്. പക്ഷെ ഭയങ്കര ഡെപ്ത് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോകണമെങ്കിൽ ഇപ്പം ആരൊക്കെ ഉണ്ട് ഇവിടെ? ശാലിമാടം പഠിച്ചു. പഠിക്കാത്തവർ നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ടെക്നിക്സ് അറിയണം. ടെക്നിക്സിൻ്റെ പവർ വേറെ തന്നെയാണ്. ഇപ്പം ഇന്നും എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രാണിക്കീലിംഗ് ഉണ്ട്, പക്ഷെ എനിക്കവിടെ പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല, അത് വേണം, എന്നെക്കൊണ്ട് പറ്റുമോ, അത് ഇത്. ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി പഠിച്ചാൽ നിങ്ങൾ തന്നെ ഒന്ന് പറയും ഇത്രയും സിമ്പിളായിരുന്നു അത്. കാരണം നമ്മളെന്താ പറയുക, നമ്മളെല്ലാം കൂടി കേട്ടിട്ട് അത് അവതാരപ്പിറവിയുടെ മൂർത്തിവൻ ഭാവമാരി ഇനി വരുന്ന അങ്ങൊന്നും അല്ല. അത്രയും സിമ്പിൾ ചെറിയ ചില്ലറ ടെക്നിക്സാണ്. പക്ഷെ അതിലേക്ക് ഒരു എക്സ്പോഷർ ദൈവം സഹായിച്ചിട്ട് നമുക്കാർക്കും തന്നിട്ടില്ല. നമ്മളെ സ്കൂൾ സിസ്റ്റത്തിലോ മറ്റ് എന്താ പറയുക അങ്ങനെ പഠിപ്പിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ കാണിച്ചു തന്നിട്ടില്ല എന്നാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പം അത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മളെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞ പോലത്തെ അതുപോലെ പ്രാണിക്കിനിങ് സ്റ്റഡീസിലേക്ക് നിങ്ങൾ കിടക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു എക്സ്പോഷർ, ഇങ്ങനൊരു ലൈഫ് ഉണ്ട്, ഇങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, ഇങ്ങനത്തെ ലോകങ്ങളുണ്ട്. കാരണം ലോകങ്ങൾ തന്നെയാണ് 7 ലോകം 7 ബോഡീസ്, അതിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ലേറ്റ് ആക്കണ്ട എന്നാണ്. അപ്പം ആ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിയോട് സംസാരിച്ച സമയത്ത് പറഞ്ഞാൽ ശരി എന്നാൽ പിന്നെ അടുത്ത ആഴ്ച ഞാൻ പഠിച്ചോളാം. ചിലർക്ക് വേണ്ടത് ഇതാണ്, ഒരു ചെറിയൊരു പുഷ് മതി. ഞാൻ പുഷ് ചെയ്തപ്പോൾ ലെവലായിക്കാണ്. അപ്പം വളരെ സന്തോഷം, കാരണം ഒരുപാട് ആൾക്കാർ ഇതിൽ പഠിച്ചു, അതിന് വലിയ സന്തോഷം. അനൂപ് മനോഹർ, എനി കോണ്ടാക്ട്സ് ഇൻ ബാംഗ്ലൂർ ഹൂ ക്യാൻ ടീച്ച്? ബാംഗ്ലൂരൊക്കെ പ്രാണിക്കലും കൊണ്ട് എന്താ പറയുക, തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും സെൻറ്റേഴ്സ് അവിടെയൊക്കെ ഉള്ളത്. ഈ ബാംഗ്ലൂർ, നമ്മളെ ചെന്നൈ, മറ്റേ തമിഴ്നാട്, ഇവിടെയൊക്കെ ചില ഇഷ്ടം പോലെ സെൻറ്റേഴ്സ്. അവിടെ നിങ്ങളൊന്ന് ഗൂഗിൾ മാപ്പ് എടുത്തൊന്ന് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ പഠിക്കുക. ഒരു ഗുരു ഒരു ഇമ്പോർട്ടൻസ്, ഗുരു ഒരു ചെറിയ പുള്ളിയല്ല. അത് ഇത്രയും നമുക്ക് ഇറങ്ങിയാലത് മനസ്സിലല്ലോ ആ ഒരു ഗുരുവിൻ്റെ പവർ എന്താണ്. ഏത് ഗുരു ആയിക്കോട്ടെ, ഒരു സ്പിരിച്വൽ ഗുരു എന്ന് പറയുന്ന ആ ഒരു സംഭവം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തേ പറ്റും. ഇപ്പം നമ്മൾ ഗുരു എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർക്കും, ഇപ്പം ഞാനും അങ്ങനെ തന്നെയാണ്, നമുക്ക് ഗുരു യൂട്യൂബാണ്. നമ്മളെന്തൊക്കെ ഉണ്ടായാൽ നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്യുന്നു, അതൊരു സമയമാണ്. ഒരുപാട് എൻക്വയറീസ്, നമുക്ക് ഒരുപാട് ഡീപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ യൂട്യൂബ് പോകുന്നു, അതിൻ്റെ വീഡിയോ ആണ് നോക്കുക. പിന്നെ വേറെ എന്തെങ്കിലും ബുക്ക് റെഫറൻസ് ചെയ്യുന്നത്, അത് ആ ഫേസ് ഉണ്ട്. അപ്പം ആ സമയത്തൊക്കെ നമ്മൾ ഓഷോൻ്റെ വീഡിയോസും, അപ്പോൾ നമ്മൾക്ക് അങ്ങനെയാണ്, ഓഷോൻ്റെ വീഡിയോസ് ഉണ്ട്, ഓഷോൻ്റെ ബുക്സ് ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻസ്പയർ ചെയ്ത് ഇങ്ങനെ പോകുന്നൊരു സമയമുണ്ട്. അതിലൂടെയാണ് അധികം ആൾക്കാർ സ്പിരിച്വാലിറ്റിയിൽ എത്തുന്നത്. അത് നല്ല തന്നെയാണ്, അത് മോശമല്ല. പക്ഷേ നമുക്ക് സ്റ്റേജ് മാറണമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങണം, ജഗൻ ഇറങ്ങണം എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, ഫൗണ്ടേഷൻ കിട്ടിയല്ലോ. ബ്രോ ക്യാൻ യു സജസ്റ്റ്? അത് യോഗവിദ്യ പ്രാണിക് ഹീലിംഗ് നമ്മൾ പറയാം, അത് തന്നെയാണ്. അപ്പോൾ ഖത്തറിലുണ്ടോ? ഖത്തറിലും ഉണ്ട്, ദുബായിലും ഉണ്ട്, അമേരിക്കയിലും ഉണ്ട്. അമേരിക്കയിലൊക്കെ മാസ്റ്റർ കോ
സ്റ്റീഫൻ കോൻ്റെ ക്ലാസ്സുകളാണ്. അപ്പോൾ കുറച്ചും കൂടി അടിപൊളിയാണ്. അടിപൊളി തന്നെ. മൂപ്പര് ഭയങ്കര നല്ല ജോളി ആയിട്ടാണ് മൂപ്പരെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുക. അപ്പം എല്ലായിടത്തും ലോകം മുഴുവനുള്ള സംഭവമാണ്. ആൾക്കാർക്ക് ആരും അറിയില്ല എന്നുള്ളൂ. നമ്മളത് അറിയിക്കണം. അതാണുള്ള പരിപാടി. സൂം യൂസർ തന്നെ കാണുന്നുള്ളൂ, പേര് മനസ്സിലായില്ല. ആരതി പ്ലാനിങ് ടു ലേൺ സൂൺ വിച്ച് ഇസ് ബെറ്റർ, ഓൺലൈൻ ഓർ ഓൺ സൈറ്റ്? ഓൺലൈൻ അല്ല, ഓഫ്ലൈനാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഗുരുമുഖത്തിൽ നിന്ന് പഠിക്കണമെന്ന് കേട്ടില്ലേ? അപ്പം അതങ്ങനെ തന്നെ പഠിക്കുന്നില്ലേ നല്ലത്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഗൈസ്? എന്തെങ്കിലും സ്പിരിച്വൽ ഡൗട്ടുകൾ ചോദിക്കാം നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ തള്ളു കേൾക്കേണ്ടി വരും. വെറുതെ ഇത്രയും മെനക്കെട്ട് നിങ്ങൾ വിലയേറെ സമയം ചിലവഴിച്ച് നമ്മുടെ തള്ളു കേട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തും നിങ്ങൾക്ക് ചോദിക്കാം. ആ സമയം നിങ്ങൾക്ക് തോന്നും ക്വസ്റ്റ്യൻ ഒന്നും വരുന്നില്ല, അങ്ങനെ പറയരുത്. പിന്നെ കുറച്ച് എനിക്ക് തോന്നും അപ്പോൾ ചോദിച്ചാൽ മതിയേനു, ഇനിയിപ്പോൾ ബ്രോനെ കിട്ടൂലല്ലോ. അല്ലെങ്കിൽ കുറേ മെസ്സേജ് പറയാറുണ്ട്, ബ്രോ പ്ലീസ് കുറച്ച് നേരം സംസാരിക്കും. ഞാൻ പറയാം ഞാൻ ലൈവിൽ വരും, അപ്പോൾ സംസാരിക്കാം. അല്ല അപ്പം നിങ്ങൾ നോക്കണം. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞല്ലോ. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഓരോ സെഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് ചോദിക്കാം. എനിക്ക് അറിയുന്നതാണ് ഞാൻ പറഞ്ഞു തരും, അല്ല എന്നെ കൺഫ്യൂഷൻ ആക്കും. ഇതിലെന്തെങ്കിലും ഞാൻ ചെയ്തു തരും. ഓക്കെ, അപ്പോൾ പറയൂ ഗൈസ്, ഒന്നും പറയാനില്ലേ? സാർ 11 കയ്യില്ല. ശ്രീജ മാഡം നിങ്ങളും സാർ 11 44 45 55 എപ്പോഴും കാണും. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്നിട്ടും എന്തായിരിക്കും ഇങ്ങനെ കാണുന്നത്? അത് ഞാൻ പറഞ്ഞില്ല, അത് നമ്മളെ സയൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. അത് നിങ്ങൾ ഒരു പ്രാണിക്കീലറും കൂടി അപ്പം വേണമെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾ ആ കാണുന്ന നമ്പേഴ്സ് അതെന്തെങ്കിലും സൈനാണോ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് നോക്കാമല്ലോ. എന്തെങ്കിലും സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ സ്കാനിങ് നമ്മൾ കൈ ഉപയോഗിക്കാൻ തുടങ്ങണം. സ്കാനിങ് ഉപയോഗിച്ചിട്ട് എന്താണ് സംഭവം? അത് നിങ്ങൾ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്കാണോ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണോ, മെൻ്റലി പറഞ്ഞ കാര്യങ്ങളിലേക്കാണോ, ഫിനാൻഷ്യൽ പരമായിട്ട് എന്തിലേക്കാണ് അത് കാണിക്കുന്നത്? കാരണം അത് ഈ ഏഞ്ചൽസിൻ്റെ ഒക്കെ പ്രസൻസ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, വിശ്വാസമുള്ളവർ. അല്ലാത്തവർ ശുഭരാത്രി. ഓക്കെ, താങ്ക് യു മാഡം. ഈ ക്രിയായോടെയൊക്കെ തന്നെ അതിന്റെ ഒരു സത്വ ഇതിനകത്ത് വരുന്നുണ്ട്, പ്രാണി ഹീലിംഗ് വരുന്നില്ല. അതന്നെ അല്ലെ, സെയിം എല്ലാം തിയോസഫിക്കൽ വൈസ് തന്നെ. കാരണം നിങ്ങൾ ക്രിയായോഗങ്ങൾ ഇനീഷ്യേഷൻ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിൽ തരുന്ന ഫസ്റ്റത്തെ ബുക്സ് എല്ലാം അല്ല, അതിലെ ക്രിയ പോലും നമ്മുടെ കുണ്ടലിനി മെഡിറ്റേഷന്റെ സെയിം തന്നെ. അതെ അതെ, കളേഴ്സ് വരുന്നുണ്ട്, അവിടെയും കളേഴ്സും ലൈറ്റൊക്കെ തന്നെയാണ് സംഭവമുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അത് എല്ലാം കൂടി പഠിക്കണം ഒരിക്കലും നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കർമ്മിക് റെസൊല്യൂഷൻ അതിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വലിയ സ്ട്രോങ് ആയിട്ട് ഒരു സ്കൂൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കഴിയുന്ന കാര്യം തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഓക്കെ, കാരണം അത്രയും കാരണം ലോകത്ത് നിങ്ങൾക്ക് അറിയാലോ, ഒരു 5% ആൾക്കാർ മാത്രം ഇത്രയും ഹയർ സ്പിരിച്വൽ ടീച്ചിങ്സിലേക്ക് എത്തുന്നുള്ളൂ. അപ്പം അതിൻ്റെ ഒരു എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് പിന്നെ നിങ്ങൾ അതുപോലെ സ്ട്രോങ് ആയിട്ട് വേറെ സ്കൂളിലേക്കും കൂടി പോവുകയാണെങ്കിൽ ഒരുപാട് കർമ്മിക് റെസൊല്യൂഷൻ വരും. പിന്നെ ലൈഫ് കുറച്ച് സ്ട്രഗിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. അത് നിങ്ങളുടെ പഴയ കർമ്മയെല്ലാം ചിലപ്പോൾ പൊന്തി വരുന്ന പോലെ തോന്നാം. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ചാറ്റ് ചെയ്യുക. അത് തന്നെയാണ് നമ്മൾ സൊല്യൂഷൻ. കർമ്മം വേഗം മാക്സിമം ന്യൂട്രലൈസ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, പിന്നെന്താണ് ഓഷോ മെഡിറ്റേഷനെ കുറിച്ചുള്ള ബ്രോയുടെ അഭിപ്രായം? എനിക്ക് അത്ര നല്ല അഭിപ്രായമല്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? അതിന്റെ കുണ്ടലിനി ഉണർത്തുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഡൈനാമിക് മെഡിറ്റേഷൻ, അതിന്റെ തിയറി അടിപൊളിയാണ്. അത് നമുക്ക് അത്ര സിങ്കാവുന്ന പരിപാടി. കാരണം പ്രാണിക് ഹീലിംഗിൽ നിങ്ങൾ കുണ്ടലിനി ഉണർത്തുന്ന സംഭവം എങ്ങനെയാണെന്ന് നമുക്കറിയാം. അത്രയും ഡിവൈൻ എനർജി ഇവിടെ കൊണ്ടുവന്ന് വളരെ സോഫ്റ്റായിട്ട് കൊണ്ടുവരുന്ന സംഭവം. ഇവിടെ ഒച്ചയും വിളിയും നിലവിളിയും ഗംഭീരമായിട്ടുള്ള പരിപാടികളാണ്. അപ്പൊ എനിക്ക് അതിപ്പോ എന്റെ പേഴ്സണൽ ഇതാണ്. ഇപ്പൊ എനിക്കത് പേഴ്സണലി എനിക്കത് ഇത്ര സിങ്ക് ആയിട്ടില്ല. അപ്പം അതിപ്പോ നിങ്ങള് പ്രാണിക്കീല സാധനങ്ങൾ സ്കാൻ ചെയ്ത് നോക്കുക. അത് ചെയ്യാൻ പറ്റുമോ, ചെയ്യുന്നത് നല്ലതാണോ, നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമല്ലോ. അല്ല, അതിന്റെ തിയറി കേട്ടിട്ടെന്ന് വെച്ചാൽ മാക്സിമം എക്സ്പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം അതന്നെ നിങ്ങളൊരു അത് നിങ്ങൾ നോക്കണം. കാരണം നമ്മളെ സെക്രട്ടറി ടീച്ചിങ്ങിൽ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ് പല രീതിയിൽ. ഇപ്പോൾ സൈക്കോളജിയിലൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് വിടണം.
നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് അത് അത്രയും ഫോഴ്സിൽ വിടുന്ന സമയത്ത് അതൊരു തോട്ട് ഫോമായി മാറും. അത് ആരാണോ നിങ്ങൾ മനസ്സിലാച്ചാൽ അവരെ പോയി ഹിറ്റ് ചെയ്യുകയും ചെയ്യും. ഈ തോട്ടിന്റെ വേൾഡ്, തോട്ട് ഫോംസ് എന്ന പുസ്തകങ്ങളിലൊക്കെ കഥ പറയുന്നത്, ആനിബസന്റെ പുസ്തകങ്ങളിലൊക്കെ കഥ പറയുന്നത്. അപ്പൊ ഇത്രയും ഭീകരമായിട്ട് എക്സ്പ്രഷൻ നിങ്ങൾ ചെയ്യുന്നത്, അതും ചെറിയ എക്സ്പ്രഷൻ ഒന്നും എല്ലാ സമയം ചെയ്യുന്നത്. അപ്പൊ ഒറ്റയടിക്ക് അത്രയും സാധനം പുറത്തേക്ക് അത് കൊള്ളേണ്ടടുത്തൊക്കെ കൊള്ളുന്നുണ്ട്. മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാവും. ഒരുപാട് മറ്റുള്ളവർക്കല്ല, നമുക്ക് ബാഡ് കർമ്മയാണത് ഈ തോട്ട്. കാരണം നമുക്കറിയാലോ ഇപ്പൊ എന്താ പറയാ, നമുക്ക് ബാഡ് കർമ്മ വരുന്നത് എങ്ങനെയാ? ചിന്തകളിലൂടെ, വാക്കുകളിലൂടെ, പ്രവർത്തികളിലൂടെ നമ്മൾ ബാഡ് കർമ്മ നമ്മൾ അധികം സമ്പാദിക്കാൻ നിൽക്കാറില്ല. ആരും പോയി തല്ലാനൊക്കെ വളരെ കുറവാണ്. വാക്കുകൾ ഉണ്ടാവാം, പക്ഷെ ചിന്തയാണ് അതിൽ ഏറ്റവും ഭീകരമായിട്ട് ഒരു വാക്കുകളും ചിന്തകളൊക്കെയാണ് കംപ്ലീറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം അതിന് വേറെ എനർജറ്റിക്കിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹീലിംഗ് ആ ലെവലിൽ പോകുമ്പോഴാണ്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ട്രിഗർ ആവുന്ന സീഡ്സ്, അതിൻ്റെ റൂട്ട്സ്, അതിൻ്റെ ചാനൽ എല്ലാം ആരെയും ബുദ്ധിമുട്ടിക്കാതെ കംപ്ലീറ്റ് എടുത്ത് ഒഴിവാക്കുന്ന പരിപാടികൾ നമുക്കുണ്ട്. അപ്പം അതിലേക്കുള്ള എക്സ്പോഷർ ഒന്നും സത്യം പറഞ്ഞാൽ ജനറൽ പബ്ലിക്കിന് എത്തിയിട്ടില്ല. നമ്മളത് മാക്സിമം ഇമോഷണൽ അബണ്ടൻസ് കോഴ്സിലൊക്കെ നമ്മളാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ടെക്നിക്സാണ് അതിലുള്ളത്. ഇപ്പോൾ തന്നെ നമ്മൾ ഒരു ഒച്ചയും വിളിയില്ല, ഒരു എക്സ്പ്രഷനും ഇല്ല, പക്ഷേ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ, പഴയ ട്രോമകൾ തന്നെ പിന്നെ കാണുന്നില്ല എന്നുള്ള രീതിയിലേക്കുള്ള സംഭവങ്ങൾ. അപ്പം അങ്ങനെയും നമുക്ക് ചെയ്യാം പക്ഷെ മറ്റേ തെറ്റാന്നല്ല, പക്ഷെ എനിക്കത് അത്ര സിങ്കായിട്ട് തോന്നിയിട്ടില്ല. ബ്രോ പറയുന്ന നമ്മൾ പുറത്തുവിടുന്ന ചിന്ത പാറ്റേണുകൾ നമുക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ദ്രോഹം വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? അതുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം എത്രയോ നമ്മൾ കൺസൾട്ട് എടുക്കുന്ന ആൾക്കാരിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ ചെറിയ പെൺകുട്ടികളൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ബാഡ് കർമ്മ. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഓരെന്നെ പറയും ഞങ്ങൾ എന്ത് ചെയ്താൽ അങ്ങനെ. പക്ഷെ ഇവർ ഈ തോട്ട്സ് ആണ്, ഓവർ തിങ്കിങ് ചെയ്ത് ചിലപ്പോൾ എവിടെ എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ സംഭവം ഉണ്ട്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാനേജർ നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചൂടായി, ഇപ്പം നിങ്ങളിങ്ങനെ മനസ്സിലാക്കാം ആളെ കൊല്ലണം അത് പറഞ്ഞ് നിങ്ങളെ വയലൻ്റ് ഇങ്ങനെ നിൽക്കുക. അത് ഭയങ്കരമായിട്ടൊരു തോട്ട് ഫോം ആവുകയാണെങ്കിൽ, ആ തോട്ട് ഫോം നിങ്ങൾ പുറത്തേക്ക് വിടുകയാണെങ്കിൽ, എവിടെയെങ്കിലും ഒരാൾ ഒരു കത്തി പിടിച്ചിട്ട് ഒരാളെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ തോട്ട് ഫോം, കാരണം ഈ നിങ്ങളുടെ വൈബ്രേഷനും ഈ കത്തി പിടിച്ച് നിൽക്കുന്ന ആളുടെ വൈബ്രേഷനും ഏകദേശം സെയിം വൈബ്രേഷൻ ആവും. ഈ തോട്ട് ഫോം അയാളെ പോയി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊലപാതകത്തിന് കൊടുക്കുന്ന പ്രേരണ വരെ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ തോട്ട് ഫോം കൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങളെ അങ്ങനെ ചെയ്യുമോ? നിങ്ങളെ മാനേജറെ കൊല്ലോ? ഒരിക്കലും ഇല്ല. പക്ഷെ നമ്മളൊന്ന് അത് എക്സ്പ്രസ് ചെയ്യും. പക്ഷെ അത് കാരണം ഇന്നർ വേൾഡിൽ നടക്കുന്ന ചില കളികളാണിത്. ഇങ്ങനെ പോവോ നമ്മുടെ? ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എത്ര ദൂരെ ആയിരുന്നാലും അത് കിട്ടുമോ ആൾക്ക്? അതാണ് അതിലൂടെ ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾ സാധാരണ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഒരു ചിന്ത വന്ന് ഒരു സ്മോൾ ബബിൾ, ഇപ്പം നമ്മളെ ബാലഭൂമിയിൽ ബാലരമയിലൊക്കെ ഇങ്ങനെ ബബിൾസ് ഉണ്ടാവില്ല, അതുപോലെ ഒരു ചെറിയ ബബിളായിട്ട് തന്നെ വരുന്നുണ്ട്. അത് നമ്മുടെ കണ്ണിൻ്റെ ഏകദേശം ആ ഒരു മുമ്പിലായിട്ടാണ് ബബിൾ വരിക. അത് അപ്പം തന്നെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ അടുത്ത് ചിന്ത വരുന്നു, ഡിസിൻറ്റഗ്രേറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏതെങ്കിലും ഇതുപോലത്തെ പെട്ടെന്നൊരു ഇമോഷണൽ സംഭവം ഉണ്ടായി, നിങ്ങൾ ഭയങ്കരമായി ചിന്തിച്ച് അതിൻ്റെ കൂടെ ചിന്തയ്ക്ക് എന്താ ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പറയുന്നത് എന്താ, നിങ്ങൾ ഫീലിങ്സും കൂടി കൊടുക്കണം. പക്ഷെ നിങ്ങൾ കൊടുത്ത ഫീലിങ്സ് എന്താ, ഭയങ്കര നെഗറ്റീവ് ഫീലിങ്സും കൂടി. അപ്പോൾ ആ ചിന്തകളും ആ നെഗറ്റീവ് ഫീലിംഗ് കൂടി ഈ സാധനം ഒരു എൻറ്റിറ്റി ആയി തന്നെ മാറാം. ഈ സാധനം എത്ര ദൂരത്തുള്ള ആളാണെങ്കിലും അയാളെ പോയി ഹിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഹിറ്റ് ചെയ്യൂല. ഇതൊക്കെ നമ്മളെ സെക്രട്ടറി ചെയ്യുന്ന സാധനം കേട്ടോ. ആ പോട്ടെ, പിള്ളേരല്ലേ. അപ്പോൾ ചിലപ്പോൾ വെച്ചാൽ അയാൾ ചിലപ്പോൾ നല്ല വൈബ്രേഷനിലായിരിക്കാം, നല്ല ഹൈ വൈബ്രേഷനിലാണെങ്കിൽ ചിലപ്പോൾ ഈ സാധനം ഹിറ്റ് ചെയ്യൂല. അത് അയാളുടെ ഓറയുടെ പുറത്ത് ഇങ്ങനെ നിൽക്കും. എപ്പോഴെങ്കിലും ഇയാളുടെ വൈബ്രേഷൻ ലോ ആവുന്നത് കാത്തു നിന്നിട്ട്, ഓക്കെ, ആ ലോ ആവുന്ന സമയത്ത് ഈ സാധനം വന്ന് ഹിറ്റ് ചെയ്ത് ചിലപ്പോൾ, അപ്പോൾ അങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ എന്താ, അയാൾക്ക് അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് അനുഭവം സംഭവം ഉണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾക്കൊരു ബാഡ് കർമ്മ വെറുതെ അനാവശ്യമായി ജനറേറ്റ് ആവുകയാണ്. അപ്പം നിങ്ങളുടെ ഒരു തോട്ട്സ്, വേർഡ്സ്, ആക്ഷൻ, ഈ 3 സാധനം ശ്രദ്ധിച്ചാൽ മതി. അതിലൂടെ ബാഡ് കർമ്മ വരുന്നത് ശ്രദ്ധിക്കാം. നമുക്ക് ഈ നെഗറ്റീവ് തോട്ട്സ് കയറി വരുന്ന ഒഴിവാക്കാൻ എന്ത് ചെയ്യും നമ്മള്? അല്ല, പ്രാണിഹീലിംഗ് പഠിക്കണമെന്നുള്ളത് അറിയാം മാഡം. ഇതൊരു വലിയ കടലാന്ന് വിചാരിക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് വെക്കുകയാണ്. 1ാമത്തെ സ്റ്റെപ്പ്, 2ാമത്തെ സ്റ്റെപ്പ്, 5, 10, ഒരു 25ാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോൾ ആണ് ഈ സംഭവം നടക്കുക.
ഏത് നെഗറ്റീവ് തോട്ട്സ് വരുന്നൊക്കെ ഏകദേശം ഒറ്റയടിക്ക് തന്നെ ഒഴിവാക്കുന്ന പരിപാടി. നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ മാസ്റ്ററിയാണ്, അത് പ്യൂരിഫിക്കേഷനാണ്. നമ്മൾ ഒരു സ്റ്റെപ്പുമേ ഇവിടെ വെച്ചിട്ടില്ല. പക്ഷെ നമുക്ക് 25 സ്റ്റെപ്പ് വേണം. അങ്ങനത്തെ ചോദ്യമാണിത്. നിങ്ങൾ കുറ്റം പറയില്ല. കാരണം എന്നോട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് തരുന്നുണ്ട് എങ്ങനെ നെഗറ്റീവ് തോട്ട്. ഞാനത് പറയും, എത്ര വിളിച്ച് പറയാം. ഇതാണ് സംഭവം. അത്രയും നിങ്ങൾ അതിലേക്ക് ഇറങ്ങി ചെന്നാൽ നിങ്ങൾ ഓട്ടോമാറ്റിക് പ്യൂരിഫിക്കേഷനാണ്. കാരണം ഒരുപാട് ബോഡീസ് ഉണ്ട്. നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവ് സിനാറിയോ നിങ്ങൾ ചിന്തിക്കണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി, വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടായി, നിങ്ങൾ വിചാരിക്കുക ഇനി ചിന്തിക്കണ്ട വിചാരിച്ചാൽ നിങ്ങളുടെ ചക്രയിൽ അത് രജിസ്റ്റർ ആയിട്ടുണ്ട്. ചക്ര തന്നെ അങ്ങ് ട്രിഗർ ചെയ്യും. ചിന്തി. ഇപ്പോൾ സാധാരണ ഈ ഒരു സ്റ്റെപ്പും വെക്കാത്തവൻ എന്ത് ചക്ര ചക്ര എന്ന് പറഞ്ഞാൽ നിലച്ചക്രം എന്ന് പറഞ്ഞ ടീമാണ്. അപ്പോൾ അവിടെ നമ്മൾ അതിനെക്കുറിച്ചുള്ള നോളേജ് വരണം, പ്രാക്ടീസസ് വരണം, നമ്മളത് സ്ഥിരമായി ഫോളോ ചെയ്യണം. അങ്ങനെ പോയി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമുക്ക് മാസ്റ്ററി വരിക. ഫിസിക്കലായിട്ട് ബോഡിയിൽ മാസ്റ്ററി വരുന്നു, ഫസ്റ്റ് ഇനീഷ്യേഷൻ. ഇമോഷൻ ബോഡിയിൽ മാസ്റ്ററി, ഇമോഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ ആസ്ട്രൽ ബോഡി മാസ്റ്ററി വരുന്നു, സെക്കൻഡ് ഇനീഷ്യേഷൻ. അങ്ങനെ ഉയരുക. അപ്പോൾ പ്രതീക്ഷ മാഡം ഇറങ്ങിക്കോളൂ. ലിജി മാഡം പ്രാണിക് ഹീലിംഗ് പഠിച്ചിട്ടില്ല, ബട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കയ്യിൽ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി മെഡിറ്റേഷൻ സ്പെഷ്യലി ഇമോഷണൽ അബണ്ടൻസിൻ്റെ ചെയ്യുമ്പോൾ ഫീലിംഗ് ബെറ്റർ. അടിപൊളി. അപ്പം നിങ്ങൾ ഇന്നില്ലെങ്കിൽ നാളെ പ്രാണിക് ഹീലിംഗ് പഠിക്കും എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം, ഒരു വിശ്വാസം. ശരത്, വേറെ ഒരു സിസ്റ്റത്തിലും ഇല്ല, പല മെഡിറ്റേഷനും നല്ല എനർജി ഇറങ്ങും, അത് തരുന്നവർക്ക് പോലും ബോധമില്ല, അത് ചെയ്യുന്ന ആളെ എങ്ങനെ ബാധിക്കും? സത്യമാണ്. കാരണം ഇപ്പോൾ ചില വീഡിയോസ്, ഇപ്പോൾ ചില ആൾക്കാരുടെ വീഡിയോസൊക്കെ തന്നെ ഭയങ്കര, ഇപ്പോൾ യൂട്യൂബിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മെഡിറ്റേഷനിൽ ഭയങ്കര എനർജീസ് ഇറങ്ങുന്നുണ്ട്. അത് ചില സമയത്ത് ഗുണത്തിനേക്കാൾ ചിലപ്പോൾ ദോഷം വരാം. ആ മെഡിറ്റേഷൻ കേൾക്കുന്ന ആൾ അത്ര പ്യൂരിഫൈഡ് അല്ലെങ്കിൽ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾ കുണ്ടലിനി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ഥിരം പറയും നിങ്ങളൊരു ഗുരുവിൻ്റെ കീഴിൽ മാത്രമേ കുണ്ടലിനി ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുള്ളൂ. പക്ഷെ എന്താ, നിങ്ങളുടെ ഉള്ളിൽ ഉള്ള എല്ലാ സാധനത്തിനും ആ സമയം എനർജി കിട്ടും. കുണ്ടലിനി പറഞ്ഞാൽ ഭയങ്കര ദൈവികമായിട്ടുള്ള ഇതാണല്ലോ. ചക്ര ഓപ്പൺ ചെയ്ത് അങ്ങനെ പോകാന്നുണ്ട്, നമ്മളത് പറയില്ല, പക്ഷെ അങ്ങനെയാണല്ലോ പറയാം. അപ്പം ആ അത്രയും പവർഫുൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യമുണ്ടോ, ദേഷ്യത്തിൻ്റെ സീഡ്സ് ഉണ്ടോ, അതിന് കൂടുതൽ എനർജി കിട്ടും. ഇറിറ്റേഷൻ ഉണ്ടോ, അതിന് കൂടുതൽ എനർജി കിട്ടും. ആങ്സൈറ്റി, ഡിപ്രഷൻ, എന്തൊക്കെ നെഗറ്റീവ്, ഇതിനും എനർജി കിട്ടും, സ്പിരിച്വലിന് എനർജി കിട്ടും. ക്രമേണ എന്തായി, ഈ സാധനമൊക്കെ ഒരുപാട്, കാരണം അങ്ങനത്തെ വൈബ്രേഷൻ നിങ്ങൾ പുറപ്പെടുവിക്കുക, അതുപോലത്തെ ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങൾ പിന്നെ ഒരു തീരുമാനം എടുക്കുക, സ്പിരിച്വാലിറ്റിയിൽ വന്നേരെ ഫുൾ പ്രശ്നം. അതിന് ഇംഗ്ലീഷുകാർ ഒരു പേരും പറയും, ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ. ഇതാണ് സംഭവം. അപ്പം അത് നമ്മളെന്താ നമ്മൾ അതിന് നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണം, നിങ്ങൾക്കൊരു ഗുരു വേണം. നിങ്ങൾ പ്രാണിക്കീനിയും പഠിക്കാൻ പറ്റുമെങ്കിൽ പ്രാണിക്കീനിയും പഠിക്കുക, ക്രിയായോഗയാണെങ്കിൽ ക്രിയായോഗ പഠിക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി തന്നെ നിങ്ങൾ പോണം എന്നാണ് എൻ്റെ ഒരു. സാർ നമസ്കാരം സാർ. സത്യം പറഞ്ഞാൽ ഞാൻ കുറെ സ്ഥലത്ത് ഇതൊക്കെ പഠിക്കാൻ പറ്റും. കാരണം മെഡിറ്റേഷന് ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് സാധാരണ ഒരു എനർജി ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ പ്രാണിക് ഹീലിംഗ് പഠിച്ചതിന് ശേഷമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും ആ ഡിവൈൻ ഫാദർ അത് പറയുമ്പോൾ തന്നെ കയ്യിൽ നല്ല എനർജി വരുന്നുണ്ട്. നമ്മൾ പണ്ടൊക്കെ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ പോകുമ്പോഴും അങ്ങനെ എനർജി ഫീൽ ഒന്നും എനിക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് പ്രത്യേക ഒരു ഇതാണ്, നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സാർ, താങ്ക് യു. കാരണം എനിക്കതിന് ഞാൻ സത്യമാണ് പറയുന്നത്. ഇവര് വിചാരിക്കും എനിക്കെന്തോ ലാഭം കിട്ടുന്നുണ്ട്. ഇത് സംഭവം വെച്ചാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു, അങ്ങനെ എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഉണ്ടാവട്ടെ, അത് വെച്ചിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. കാരണം എന്താ പറയുക, കാരണം നമ്മൾ വളരെ വൾണറബിൾ അല്ലെങ്കിൽ വളരെ വീക്കാണ് പല കാര്യത്തിൽ. ഇപ്പം നമ്മൾ പറയാം, അതിപ്പോൾ ഏകദേശം ഒരു ഏത്തിസ്റ്റ് ബിലീഫ്, ഒരു റിലീജൻ അല്ലെങ്കിൽ ദൈവങ്ങളൊന്നും വിശ്വാസമില്ലാത്ത ഒരാളോട് നമ്മളൊരു സംവാദത്തിന് പോവുകയാണെങ്കിൽ 2 മിനിറ്റ് മതി നമ്മളെ ഏറെക്കയറ്റാൻ. സത്യമാണത്. കാരണം എന്താ, ഓര് പറയുന്ന പല ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും, ഇനിയിപ്പം ദൈവം ഇല്ലേ, ഇപ്പം അങ്ങനെയാണോ, ചക്രൊക്കെ ഒരു തോന്നലാണോ, നമുക്ക് തോന്നാം. അൺടിൽ യു എക്സ്പീരിയൻസ് ദാറ്റ്. ഇപ്പോൾ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ തന്നെ കൈകൊണ്ട് ചക്രം എടുത്ത് നിങ്ങൾ തന്നെ ചക്രം ആക്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ലൈഫിൽ കാണുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എന്തായി, നിങ്ങൾ പറയേണ്ടത് പറഞ്ഞോളൂ, എനിക്കറിയാം. ആ ലെവലിലേക്ക് നമ്മൾ മാറണം. കാരണം നമ്മളെന്താ പറയുക, ഇപ്പം നമ്മൾ
സ്പിരിച്വാലിറ്റിയിൽ ഇല്ലാത്ത ഒരാളെ നമ്മൾ കൺവിൻസ് ചെയ്യണം എന്ന് നമുക്ക് ഒരാഗ്രഹവും സത്യം പറഞ്ഞാൽ. സ്പിരിച്വാലിറ്റിയിൽ ഉള്ള ആൾക്കാർക്ക് ഒരു കൺവിൻസ് ഒരു ഇത് എന്താണെന്നുള്ള എക്സ്പീരിയൻസ് കിട്ടണം. അതിന് ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് ഏറ്റവും നല്ല ഐഡിയ ആയിട്ട് തോന്നിയത് നിങ്ങൾ പ്രാണിക്കിനും പഠിക്കാൻ നോക്കുന്നതാണ്. അതേ ചെയ്തിട്ടുള്ളൂ. അപ്പം അതിൽ തന്നെ അപ്പം ഒരുപാട് ആൾക്കാർ അതിൽ പറയുന്നതിന് സന്തോഷം. ഓക്കെ, ഞങ്ങൾ ഉടൻ കയറും. പിന്നെ അല്ല ലിജി മാഡം പ്രാണിക്കീനും പഠിക്കണമെന്നുണ്ട്, അതിനുള്ള ചാൻസ് പെട്ടെന്നുണ്ടാവട്ടെ. ഇൻഷാല്ല. ആശാ മാഡം ഗുഡ് ഈവനിങ്. ഷാലി മാഡം പ്രാണിക്കീനും മറ്റു സിസ്റ്റം പോലെ അത്രയും പോപ്പുലർ ആയിട്ടില്ല. യെസ്, അതിന് കാരണവുമുണ്ട്. ശരത്, അതാണ് ഞാൻ വിഷയം വർക്ക് ഇൻ പ്രോഗ്രസ്. മനീഷ, കാലത്തിൽ പ്രാണിക്കീനിങ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞത് യോഗവിദ്യ പ്രാണിക്കീനിങ്. അലൻ ബ്രോ, മെഡിറ്റേറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ ബാക്ക് പെയിൻ വരുന്നു. എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉള്ളത് കൊണ്ടാണോ? ഇപ്പം ഞാൻ എങ്ങനെയാ പറയാ, അതൊക്കെ ഉണ്ടാവാം. കാരണം എനർജീസ് ഞാൻ പറഞ്ഞില്ലേ, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ദിക്കുന്ന സംഭവം ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, അങ്ങനത്തെ ഫോഴ്സസും ഉണ്ട്. നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ആശാരൊക്കെ ബ്രോ ക്രിയായോഗ ദീക്ഷ കൊടുക്കുന്നുണ്ട്. ഞാൻ ക്രിയായോഗിയും കൊടുക്കുന്നില്ല, പ്രാണിക് ഹീലിങ്ങും കൊടുക്കുന്നില്ല. നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാത്രം. ഓക്കെ സജിൻ, യു വിൽ മീറ്റ് സെയിം പേഴ്സൺ ഇൻ ഡിഫറെൻറ്റ് ബോഡീസ് അൺടിൽ യു ലേൺ ദ ലെസൺ. അതെ, ഈ കോട്ട് ഉള്ളതാണ്. അതുപോലെ വളരെ ഡെപ്തുള്ളൊരു കോട്ടാണ്. കാരണം ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മൾ അത് ക്വസ്റ്റ്യൻ ആണെന്ന് വായിക്കാം. എന്താണ്? യു വിൽ മീറ്റ് സെയിം പേഴ്സൺ ഇൻ ഡിഫറെൻറ്റ് ബോഡീസ് അൺടിൽ യു ലേൺ ദ ലെസൺ. ഈ കോട്ട് ഉള്ളതാണോ ബ്രോ സജിൻ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആ കോട്ട് വളരെ ഡെപ്ത് ഉണ്ട് അതിൽ. ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ മരിച്ചു പോയി എന്ന് കരുതുക. നമ്മൾ മരിച്ചു പോയി പുനർജനിക്കുന്ന സമയത്ത് നമ്മൾ വേഗം പോയി അമേരിക്കയിലേക്ക് വരെ ജനിക്കുക. മനസ്സിലായില്ലേ? കാരണം നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ ഒരുപാട് ആൾക്കാരോട് കർമ്മ എന്താ പറയുക, കർമ്മിക്ക് ലിങ്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാരോട് ചിലപ്പോൾ ഗുഡ് കർമ്മ ചെയ്തിട്ടുണ്ടാവും, ബാഡ് കർമ്മ ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് കർമ്മ നമ്മൾ പലരോടും, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത പ്രാവശ്യം ഏതൊക്കെയോ അമേരിക്കക്കാരെ കൂടെ പോയി നമ്മൾ ജനിക്കൂല. അടുത്ത പ്രാവശ്യവും ഈ സോൾസ് എല്ലാം നമ്മുടെ ലൈഫിൽ വരും. നമ്മൾ 8ൻ്റെ പണി കൊടുത്തവൻ ചിലപ്പോൾ ഭർത്താവായിട്ടേക്കും വരിക, അല്ലെങ്കിൽ ഭാര്യയ്ക്കിട്ട് വരിക. അപ്പോൾ അത് സംഭവിക്കുക. കാരണം എന്താ പറയുക, അതിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ ഈ കർമ്മ അത് ന്യൂട്രലൈസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ആ ജന്മം വന്നു, ഓരിങ്ങോട്ട് കച്ചറുണ്ടാക്കി, നമ്മൾ അതിലും വലിയ കച്ചറുണ്ടാക്കി. അപ്പം എന്തായി? വീണ്ടും കർമ്മയായി. അടുത്ത ജന്മം ഒന്നും കൂടി വരും. ഈ സംഭവം റിപ്പീറ്റ്. അതാണ് കർമ്മിക് ലൂപ്പിൽ പെട്ടുപോകാന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ നമസ്തേ, വലിയ ഉപകാരം. കാരണം എന്താ പറയുക, അതിലും അവയർനെസ്സിൻ്റെ ഒക്കെ പല സ്റ്റെപ്പുകളുണ്ട്. ഇപ്പം നമുക്കറിയാലോ, ചില ആൾക്കാർ നമുക്ക് വരുമ്പോഴേ നമുക്ക് ഇയാളെ കൊളത്താൻ വേണ്ടിയിട്ടാണ്. ഇയാളെന്തെങ്കിലും ആ തുറന്ന് പറയും, ഉറപ്പാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള സ്റ്റെപ്സ് നമ്മൾ അപ്പോഴേ എടുക്കുക, ഉറപ്പിക്കുക. ഓക്കെ, അങ്ങനെ ആ സമയത്ത് നിങ്ങൾ പ്രിപ്പയർഡ് ആണ്, നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഊരാൻ പറ്റും. മറ്റേ ആൾ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ട്രിഗർ ചെയ്യുന്നത്, അങ്ങോട്ട് പ്രശ്നമാകുന്നത്, കർമ്മയായി വള്ളിക്കെട്ട് കേസാവും. അപ്പോൾ സംഭവം ശരിയാണ്, പല ബോഡീസ് അവർ വീണ്ടും വരും, നമ്മളെ വിടാതെ പിന്നോട്ട് കർമ്മ ന്യൂട്രലൈസ് ചെയ്യുന്നവരെ. ഓക്കെ, ഉണ്ണികൃഷ്ണൻ വന്നു. ഉണ്ണികൃഷ്ണൻ എവിടെയോ ഗ്രൂപ്പൊക്കെ ഉറങ്ങിയില്ലപ്പോൾ. ഉണ്ണികൃഷ്ണനും നമ്മുടെ ഗ്രാൻഡ് സണും നിങ്ങളില്ലാത്ത യൂണിവേഴ്സ്. ഞാനൊരു ഫോട്ടോ കാണിച്ച് തന്നോ മനസ്സിലായില്ല. സജിൻ, ഒരു കോട്ട് കൂടെ. അത് ശരി, ഇത് കൊള്ളാലോ പരിപാടി. ഇഫ് വി ഹീൽ ഇൻ അവർ സെൽഫ് വി ചേഞ്ച് ഇൻ ഫാമിലി പാറ്റേൺ. അതെങ്ങനെയാണ്? അപ്പോൾ അതും നേരത്തെ ഞാൻ പറഞ്ഞതിനായിട്ട് ഡിപ്പെൻഡ് ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് സോൾസ് ആയിട്ടാണ് ഓരോ പ്രാവശ്യം റീഇൻകാർണേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ മകൻ, മകൾ, ഭാര്യ, ഈ ഒരു കോർ ടീം, ഇത് നമുക്ക് കോർ ടീം തന്നെ പറയാം. ഈ ഗ്രൂപ്പ്സ് ഓഫ് സോൾസ് ഇവർ തന്നെയാണ് അധിക സമയത്തും നിങ്ങൾ അടുത്ത ജന്മങ്ങളിലൊക്കെ
ഒരുമിച്ച് റീഇൻകാർണേറ്റ് ചെയ്യുന്നത്, പല റോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടൊക്കെ. ഇപ്പോൾ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ഇത് വരും. ഇപ്പോൾ ഫാമിലി പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. അപ്പോൾ അതിൽ നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത് അറിയോ, ആ ഒരു ഫ്രീ വിൽ നമുക്കാണ് എപ്പോഴാണ് ഇതിൻ്റെ ഒരു റെസ്പോൺസ് മാറ്റേണ്ടത്. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, തീരെ താല്പര്യമില്ലാത്ത ആൾക്കാർ വരുന്നു, അപ്പോഴത്തേക്കും ഇറിറ്റേഷൻ അടിക്കുന്നു, നമ്മൾ ചൂടാകുന്നു. ഇഷ്ടമുള്ള ആൾക്കാർ വരുന്നു, അപ്പോൾ തന്നെ നമുക്ക് സന്തോഷം വരുന്നു, നല്ലപോലെ സംസാരിക്കുന്നു. ആ പാറ്റേൺ ഇങ്ങനെ പോയിട്ട് നിങ്ങൾ എപ്പോഴും ബ്രേക്ക് ചെയ്യുക. ഇയാൾ ചൊറിയാനാണ് വരുന്നത്. അപ്പോൾ എന്താ, നിങ്ങൾ കൊടുക്കുന്ന റെസ്പോൺസ് മാറി. അത് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പാറ്റേണിലേക്ക് എഫക്റ്റ് ചെയ്യും. അത് പുതിയൊരു പാറ്റേൺ അല്ലെങ്കിൽ പുതിയൊരു ഡയമെൻഷൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ആ ഒരു ലെവൽ കഴിഞ്ഞു, ഇനി പുതിയൊരു ലെവൽ ഓപ്പൺ ചെയ്ത് തരികയാണ്. ആ ലെവലിലേക്ക് മാറാം. ബ്രോ 3 years ആയി സെയിം സംഭവം സെയിം വന്നു. അപ്പോൾ വട്ടി എടുക്കല്ലേ വേണ്ട? 3 കൊല്ലേ ചെയ്യാം. വല്ല ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ പാസ്സായി ഉണ്ടാവില്ലേ? എന്നിട്ട് തിരികെ പറഞ്ഞ പോലെ. ഉണ്ണികൃഷ്ണൻ, ഞാനൊരു ഫോട്ടോ അയച്ചു തരാം, എൻ്റെ ഫ്യൂച്ചർ അതിലുണ്ടോ എന്ന് പറഞ്ഞു തരാമോ? ശരി മോനെ, പേഴ്സണലായിട്ട് അയച്ചാ എന്താ പറയുക. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുടെ വയസ്സ്? ബ്രോ, നമ്മളെ സ്കാൻ ചെയ്യുമ്പോഴേ, ഇപ്പൊ ഒരാളുടെ സ്കാൻ ചെയ്യുമ്പോ ചക്ര നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അയാൾ കണ്ണടച്ചിരിക്കുമ്പോ അയാൾക്കൊരു ചെറിയൊരു വാം ഫീല് വരില്ലേ, നമ്മൾ എവിടെയാണ് സെൻസ് ചെയ്യുന്നതെന്നുള്ളത്? ചിലവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. നമ്മൾ ബാക്ക് നിങ്ങൾ ചെയ്യുമ്പോ അവർക്ക് പറയാൻ പറ്റും നമ്മൾ ലോവർ ആണോ അപ്പറിലാണോ. ഏകദേശം അവർക്ക് ഒരു വാം ഫീല് വരാറുണ്ടോ? ഞാൻ നോക്കി ഒട്ടുമിക്ക പേർക്കും ഉണ്ട്. ചിലവർക്ക് അത് അറിയുന്നില്ല, അങ്ങനത്തെ ഒരു സംഭവം എവിടെയും ഫീലേ ആവുന്നില്ല. അപ്പൊ അതെന്താ കാരണം? ചിലവർക്ക് ഫീൽ ആവുന്നില്ല, ചിലവർക്ക് ഫീൽ ആവുന്നില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഷാസിന് പ്രാണിക്കീനും തീരെ കിട്ടിയില്ല. ഇപ്പോൾ സിഞ്ചു ബ്രോന് അത് നല്ല കിട്ടി, ബീന മാഡത്തിന് കിട്ടി. അപ്പോൾ അതുപോലത്തെ ഡിപ്പെൻസ്. കാരണം നമ്മുടെ അതിന് മെയിനായിട്ട് 2 ടേംസാണ് നമ്മൾ പറയുന്നത്. മാസ്റ്റർ പ്രത്യേകിച്ചും പറയുന്നതാണ്. നിങ്ങളുടെ സെൻസിറ്റിവിറ്റി ആൻഡ് റിസെപ്റ്റിവിറ്റി. അത് ഓരോ മനുഷ്യനും വ്യത്യാസമായിരിക്കാം. അപ്പോൾ അതിപ്പോൾ ശാസ്ത്രം നമ്മൾ കുറ്റം പറയല്ല. അപ്പോൾ നമ്മളത് ആ പോയിന്റ് മനസ്സിലാക്കുക, നമ്മളതിൽ വർക്ക് ചെയ്യുക. ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരാൾ വലിയ മുന്തിയ ആൾക്കാർ, ഒരാൾ താഴ്ന്നാണ്, അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഇപ്പോൾ ശാസ്ത്രം വേറെ എന്തെങ്കിലും ക്വാളിറ്റീസ് ഉണ്ടാവാം. അപ്പം ആ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ നോക്കണം, നമ്മളതിൽ വർക്ക് ചെയ്യണം. അതിനാണ് വീണ്ടും വീണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചില ആൾക്കാർ ഇതിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരെ നിങ്ങൾ ഹീൽ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഫീൽ ചെയ്യാം, ആ എനർജി അവിടെ അടിച്ച് റീബൗണ്ട് ചെയ്യുന്നത് ഫീൽ ചെയ്യാം. അത് ഓരോ ബോഡിയിലേക്ക് അത് എന്താ പറയുക, അബ്സോർബ് ചെയ്യില്ല. ഓരോ ആ ഒരു ഓട്ടോമാറ്റിക് അതിനൊരു കവചം തീർത്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ 5 ആൾക്കാരിൽ 4 പേർക്ക് ഫീൽ ആവുന്നുണ്ട്, ഒരാൾക്ക് അറിയില്ലെങ്കിൽ അയാളുടെ അത് നോക്കണം. അത് നിങ്ങൾ ഹീൽ ചെയ്യുന്ന സമയത്ത് മുമ്പ് കൈ കെട്ടിയിട്ടാണോ ഇരിക്കുന്നത്, കാല് ക്രോസ് ചെയ്തിട്ടാണോ, അതൊക്കെ നോക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എനർജി ഇങ്ങനെ കൊടുക്കണം, പക്ഷെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ഒരു ബോഡിയിലൊക്കെ സെൻസ് ചെയ്യാൻ പറ്റൂല, കിട്ടൂല. അപ്പൊ പല 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 കാരണങ്ങളുണ്ട്. ബ്രോ, ഞാൻ ആലോചിക്കുന്ന കാര്യം സീരിയലിലും ഫ്ലക്സിലും പിന്നെ വേറെ അടുത്തുള്ള ആളും ആൻസർ പറയുന്നു, അത് വരും. കാരണം നമ്മൾ പറയുക ഡിവൈൻ, ഇപ്പം നമ്മൾ പറയുമ്പോഴല്ലോ ഡിവൈൻ ഗൈഡൻസ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഗൈഡൻസ് ഇങ്ങനെയൊക്കെയാണ് വരിക. നമ്പറുകളായി വരാം, നമ്പർ പ്ലേറ്റിൽ വരാം. ഒരാൾക്കാർ പെട്ടെന്ന് റീൽസ് എടുത്ത് ചിലപ്പോൾ നിങ്ങൾ ഒരു റീല് ചിലപ്പോൾ ആ ദിവസം കണ്ടിച്ചു, ആ റീലിൽ പറയുന്ന ഒരു ഒറ്റ ഡയലോഗ് സ്പാർക്കായി വരാം. പിന്നെ ചില യൂട്യൂബ് വീഡിയോസിൽ വരാം. എന്തെങ്കിലും അങ്ങനെയാണ് നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരിക. ഇപ്പം ഹയർ ബീയിങ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ചില ഫ്ലക്സ് ബോർഡുകളിൽ അത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. വിശ്വാസമുള്ളത് വിശ്വസിക്കാം. ഉണ്ണികൃഷ്ണൻ വന്നിരിക്കുന്നു ഗായ്സ്. ജമ്മേ പഠിച്ചോനെ. ബ്രോ, ഞാൻ കുറച്ച് സ്പിരിച്വൽ യാത്രയിലായിരുന്നു. ഓക്കെ, ഇഷാ യോഗ ആയിരുന്നു ശിവരാത്രിക്ക് പോയത്. സന്തോഷം. ഒറ്റയ്ക്ക് പോയതാ, ബട്ട് ഒരാളെ കണ്ടു. അതാ ചോദിച്ചു ഞാൻ ഫോട്ടോ. അപ്പോഴേക്ക് കണക്ഷൻ പോയി. ആൻസർ പറഞ്ഞത് ഫോട്ടോ അയക്കാമെന്നല്ലേ? ഫോട്ടോ അയക്കേ. എൻ്റെ ഉണ്ണികൃഷ്ണൻ ഒരു കുട്ടീനെ കണ്ടിട്ടുണ്ട്, ഫോട്ടോ അയച്ച് ഇന്നോട് ചോദിക്കാൻ വേണ്ടി. വെരി ബാഡ്. ഞാൻ പോയി എങ്ങനെയോ നല്ല ഡയലോഗ് പറഞ്ഞ് നല്ല വീഴ്ത്തി സെറ്റാക്കിയില്ലേ? അങ്ങോട്ട് കെട്ടിക്കൂട്, ഇതല്ലേ പരിപാടി. അല്ലാണ്ട് പിന്നെ ലാഡട്ടൻ ഫേവററ്റ് ആണോ ഷോ? അതെ, എൻ്റെയും ഫേവററ്റ് ആയിരുന്നു ഷോ. ഹലോ, സത്യം പറഞ്ഞാൽ ഞാൻ സ്പിരിച്വൽ പാത്തിലേക്ക് എത്തുന്നതിൽ ഒരുപാട് എന്താ പറയുക നല്ലൊരു പങ്ക് വഹിച്ച ഓഷോ തന്നെയാണ്. ഒരുപാട് ആൾ മൂപ്പരുടെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും വായിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകങ്ങൾ സത്യം പറഞ്ഞാൽ ഓഷോ തന്നെയാണ്. അല്ലാണ്ട് തിയോസഫി പുസ്തകം ഒന്നും വായിക്കാൻ അത്ര ഇഷ്ടമൊന്നും സത്യം പറഞ്ഞാൽ ഇല്ല.
ഒരു പേജ് വായിച്ചാൽ തന്നെ മനുഷ്യൻ്റെ വെള്ള കിളിയൊക്കെ ചിറകടിച്ച് പറക്കും. ആലിസ് ബേരീൻ്റെ പുസ്തകങ്ങളാണെങ്കിലും ഒക്കെ ഭയങ്കര സീനാണ് സത്യം പറഞ്ഞാൽ. അങ്ങോട്ട് മനസ്സിലാവാൻ ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് അറിയാന്നുള്ള എന്തെങ്കിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചെന്നുള്ള അഹങ്കാരം ഉണ്ട്, അതൊക്കെ അവിടെ തീർന്നു കിട്ടും. ഓഷോ അങ്ങനെയല്ല. ഓഷോ ഭയങ്കര നല്ല എന്താ പറയുക, വളരെ നമ്മളങ്ങനെ ഇൻസ്പയർ ഒരു റബലാണല്ലോ ഉപരി. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ പറഞ്ഞു നമുക്ക് എതിരൊന്നുമില്ല. ഉണ്ണികൃഷ്ണൻ ശിവരാത്രിക്ക് അവൾ, ഈ കഥ കഴിഞ്ഞില്ല കുറച്ചോടെ, ശിവരാത്രിക്ക് അവൾ എന്നെ വിളിച്ചു. ഞാൻ ഫുൾ അവളുടെ കൂടെ ആയിരുന്നു. വിളിച്ചിട്ട് ഫോണിലാണ്, ഉറക്കം വന്നില്ല. ഫോണിൽ ഭാഗ്യ രക്ഷപ്പെട്ടു. ബട്ട് ഇപ്പോൾ അവൾ എന്നെ ബ്ലോക്കാക്കി. ഒരാളെ വെറുതെ കേട്ട് ചിരിക്കാൻ പാടില്ലെന്ന് അറിയാം, ഇതൊരു പോട്ടെ. ഞാൻ അവളെ ഒന്നും ചെയ്തില്ല, എനിക്കൊന്നും മനസ്സിലാവണില്ല. നോക്കാം ഉണ്ണികൃഷ്ണൻ, അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ പറയുക, നോക്കാം. നിങ്ങൾ പെട്ടെന്ന് കാരണം എന്താ പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലോക്കായി പോകും. എനിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് അതിൽ കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ നമുക്ക് നോക്കാം. ബ്രോ ജപം നല്ലതല്ലേ? അതും ഒരു മാർഗമല്ല. തീർച്ചയായും അതും ഒരു മാർഗം തന്നെയാണ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് ഗായ്സ്. നമുക്ക് ഒരു ഗ്രേറ്റ് ഇൻവൊക്കേഷൻ ചെയ്താലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത്ര ആൾക്കാരില്ലേ, പറക്കും എനർജി അങ്ങനെ സുമ്മാ അതറതില്ലേന്നാവും. ഓക്കെ സെറ്റ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഗാന്ധി സ്വപ്നം കണ്ട കാശ്ശേരി. അപ്പോൾ ഗ്രേറ്റ് ഇൻവൊക്കേഷൻ ചെയ്ത ആൾക്കാരല്ല എല്ലാവരും? ചെയ്യാത്ത ആൾക്കാരുണ്ടോ അവിടെ എൻ്റെ കൂടെ? അല്ലെങ്കിൽ ഗ്രേറ്റ് ഇൻവൊക്കേഷൻ ചെയ്യാത്ത ആൾക്കാരുണ്ടോ? ഉണ്ടോ? എങ്ങനെ എക്സസൈസ് ചെയ്യണോ? വേണ്ട ഗ്രേറ്റ് ഇൻവൊക്കേഷൻ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് പവർ ആവാൻ വേണ്ടി നമുക്ക് ഗ്രേറ്റ് ഇൻവൊക്കേഷൻ ചെയ്യാം. എല്ലാവരും സ്പൈൻ സ്ട്രൈറ്റ് ആയിരിക്കുക. ഭൂമിയെ ഒരു ചെറിയ ബോളിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ കാണുക. ബ്ലസ്സിംഗ് പൊസിഷനിൽ വെക്കുക കൈകൾ. ഇതാണ് ബ്ലസ്സിംഗ് പൊസിഷൻ. ഓക്കെ, വിഷ്വലൈസ് ചെയ്യുക ഡിവൈൻ എനർജി. കാരണം ദൈവത്തിൻ്റെ ലൈറ്റ്, ലവ്, പവർ, 3 ആസ്പെക്ട്സ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നു. അത് നമ്മൾ ഭൂമിയിലേക്ക് ഒരു ചാനലായി നിന്നുകൊണ്ട് ബ്ലസ് ചെയ്യലാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ആയതിന് ടേക്ക് എ ഡീപ് ബ്രത്ത്, ബ്രീത്ത് ഇൻ, ഹോൾഡ്, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, hold, breathe out. Breathe in, hold, breathe out. Okay, now visualize Mother Earth as a small ball in front of you. Let's start. ആ ഡിവൈൻ എനർജി നിങ്ങളുടെ ക്രൗൺ ചക്രയിലൂടെ വന്ന് നിങ്ങളുടെ ബോഡി ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൈകളിലൂടെ ആ ഭൂമിയിലേക്ക് ബ്ലെസ്സിങ്സ് എന്ന രീതിയിൽ കൊടുക്കുക. From the point of light within the mind of God, let light stream forth in the minds of every person, every being. Let light descend on earth. Visualize ചെയ്യുക the light aspect of God. നിങ്ങളുടെ ബോഡിയിലേക്ക് വരുന്നതായി വിഷ്വലൈസ് ചെയ്യുക. ഇറ്റ്സ് ഫില്ലിംഗ് എവറി സെൽ ഓഫ് യുവർ ബോഡി. ആ ലൈറ്റ് എനർജി നിങ്ങളുടെ കൈകളിലൂടെ പാസ് ചെയ്ത് നിങ്ങളുടെ പാംസിലെത്തി അത് ഭൂമിയിലേക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് നൽകുക. വിഷ്വലൈസ് മദർ എർത്ത് ആൻഡ് വിഷ്വലൈസ് ദ ലൈറ്റ് പാസിംഗ് ഫ്രം യുവർ പാംസ് ടു മദർ എർത്ത്, ഫില്ലിംഗ് ദ മദർ എർത്ത് വിത്ത് ഡിവൈൻ ലൈറ്റ്. Divine light is active intelligence. So bless
all the kingdoms with active intelligence, all the humans, animals, the plant kingdom or vegetable kingdom, and even the mineral kingdom, and all the sentient beings blessed with divine light. Blessing, blessing, blessing be to all. Visualize. Don't do this mechanically. Energy absorb ചെയ്തുകൊണ്ട് തന്നെ പ്ലസ് ചെയ്യുക. So you can generate plenty of good karma. From the point of love within the heart of God, let love stream forth in the hearts of every person, every being. Let love descend on earth. May the world teacher return to earth. The love aspect of God, the Vishnu aspect, the Al-Wadud, or God the Son, a divine love in energy നിങ്ങളുടെ ബോഡിയിലേക്ക് വരുന്ന വിഷ്വലൈസ് ചെയ്യുക through your crown chakra, and it's filling your body. And bless the earth. A divine love നിങ്ങളുടെ ഹാർട്ട് ചക്രയിലൂടെ പോയി നിങ്ങളുടെ കൈകളിലൂടെ to your palms, and bless the earth with divine love. ഒരുപാട് സോൾസിൻ്റെ ബാക്ക് ഹാർട്ട് ചക്ര വിഷ്വലൈസ് ചെയ്യുക, അതിലേക്കെല്ലാം ഈ ബ്ലെസ്സിങ്സ് കൊടുക്കട്ടെ. ബ്ലെസ്സിങ്, ബ്ലെസ്സിങ്, ബ്ലെസ്സിങ് ബി ടു ഓൾ. ഫീൽ ഇറ്റ്, എക്സ്പീരിയൻസ് ഇറ്റ്, ആൻഡ് ബ്ലെസ്. From the center where the will of God is known, let purpose guide the will of every person, every being. The purpose which the holy masters know and serve. Let goodwill and will to do good descend on earth. The energy of Shiva or Al-Muqtadir or God the Father is entering your aura, entering your crown chakra, and filling your body, filling every cell of your body. And it's passing through your hands to your palms, and bless the earth with divine power. Blessing, blessing be to all. From the center which we call the human race, let the plan of love and light work out, and may it seal the door where evil dwells. Let light, love and power manifest the divine plan on earth. Visualize light, love, power. ആ മൂന്ന് എനർജിയും നിങ്ങളുടെ ഓറയിലേക്ക് ഫില്ലാവുന്നതായി വിഷ്വലൈസ് ചെയ്യുക, നിങ്ങളുടെ ചക്രാസിൽ ഫില്ലാവുന്നതായി വിഷ്വലൈസ് ചെയ്യുക. And bless the earth with light, love and power. Blessing, blessing, blessing be to all. Don't do this mechanically. Bless, blessing. From the point of light within the mind of God, let light stream forth in the minds of every person, every being. Let light descend on earth. A divine light. നിങ്ങളുടെ ബോഡി ഫുൾ ഫില്ലാവുന്നൊരു വിഷ്വലൈസ് ചെയ്യുക. യു ആർ എ ലൈറ്റ് ബീയിങ്. And bless the earth with divine light. Visualize the earth is glowing with divine light. Visualize it, feel it. From the point of love within the heart of God, let love stream forth in the hearts of every person, every being. Let love descend on earth. May the world teacher return to earth. Visualize ചെയ്യുക. The energy of divine love is entering your crown chakra and filling your body, filling your heart chakras, the front and back heart chakras with divine love. നിങ്ങളുടെ കൈകളിലൂടെ പോയി നിങ്ങളുടെ പാംസിലൂടെ, and bless the earth with divine love. You are becoming an instrument of divine love. ദൈവത്തിൻ്റെ ഹയർ ബീയിങ്സിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റായി നിങ്ങൾ മാറുകയാണ്. And you are helping to manifest the divine love. May the world teacher return to earth. From the center where the will of God is known,
Let purpose guide the will of every person, every being. The purpose which the holy masters know and serve. Let goodwill and will to do good descend on earth. Goodwill and will to do good. The power, the will. ആ എനർജി നിങ്ങളുടെ ബോഡിയിലേക്ക് വരികയാണ്. And bless the earth, bless the people. നല്ലത് ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും ചെയ്യാനൊരു ധൈര്യമില്ലാത്തവരെ ബ്ലസ് ചെയ്യുക. Give them the strength to do good. Give them the strength to do good. Let goodwill and will to do good descend on earth. Don't do this mechanically. അത് എക്സ്പീരിയൻസ് ചെയ്ത് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുക. You are becoming an instrument of divine power. Blessing, blessing, blessing be to all. From the center which we call the human race, let the plan of love and light work out and may it seal the door where evil dwells. Let light, love and power manifest the divine plan on earth. Visualize ചെയ്യുക light, love and power together, filling your body, filling your chakras and aura, and bless the earth with light, love and power. Anchor the energy in the etheric body of Mother Earth. Let the divine plan manifest soon. Blessing, blessing, blessing be to all. Now last time. From the point of light within the mind of God, let light stream forth in the minds of every person, every being. Let light descend on earth. Visualize yourself as a light being and bless the earth. Be a channel for the light aspect of God. Be a channel for the Supreme God and higher beings. And bless the earth with divine light. From the point of love within the heart of God, let love stream forth in the hearts of every person, every being. Let love descend on earth. May the great world teacher return to earth. Be a channel of divine love and bless the earth. Blessing, blessing, blessing be to all. Don't do this mechanically. ആ എനർജി നിങ്ങളുടെ ബോഡി ഫുൾ ഫിൽ ആവുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഫീൽ ദ ഡിവൈൻ ലവ്. ഫീൽ ഇറ്റ് ആൻഡ് ബ്ലസ് ദ എർത്ത്. ബ്ലസ് ദ എർത്ത് ഡിവൈൻ ലവ്. ബ്ലസ്സിംഗ്, ബ്ലസ്സിംഗ്, ബ്ലസ്സിംഗ് ബി ടു ഓൾ. From the center where the will of God is known, let purpose guide the will of every person, every being. The purpose which the holy masters know and serve. Let good will and will to do good descend on earth. The energy of Shiva, Al-Muqtadir. For God the Father is entering your body, filling every cell of your body. And bless the earth with the power aspect of God. Blessing, blessing, blessing be to all. Disintegrating all the obstructions against the divine plan. Blessing be to all. From the center which we call the human race, let the plan of love and light work out and may it seal the door where evil dwells. Let light, love and power manifest the divine plan on earth. So visualize light, love and power filling your body, filling your aura. And bless the earth, bless the etheric body of earth. Let this energy anchor the etheric body of Mother Earth, sealing the door where evil dwells. Seal it, and disintegrating all the obstructions against divine plan. Be a channel and disintegrate right now. Slowly open your arms to the Supreme God, Divine Father, Divine Mother.
to my spiritual teacher, to all the spiritual teachers, all the great, great ones, holy gurus, holy masters, saints, archangels, healing angels, healing ministers, spiritual helpers, holy angels, and the entire spiritual hierarchy. We thank you for your priceless blessing. And we thank you for choosing us to manifest the divine plan on earth. Thank you. Thank you. Thank you. Thanks in full faith. Thank you. So namaste guys. Slowly open your eyes. പ്രകാശം പരന്നു ഗായ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, അടിപൊളി. അത് കേട്ടാ മതി. താങ്ക് യു റോഷൻ. ആള് കൂടുമ്പോൾ പരിപാടിയുടെ ബലം കൂടും. അതാണ് അതിൻ്റെ അടുത്ത്. ഓക്കെ, എല്ലാവരും ഒന്നും മുഖമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തലയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് എല്ലാം ഒരു ടാപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എല്ലാം ഫുൾ ബോഡി ടാപ്പിംഗ്, കിഡ്നിയുള്ളവർ കിട്ടിക്കുന്ന ടാപ്പ് ചെയ്ത് നോക്കുക. എല്ലാം കൈയും കാലൊക്കെ ഒന്ന് ടാപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, എല്ലാവരും കിളി പോയ ഗായ്സ്. അവിടെ ഇല്ലേ ഗായ്സ്? ഡ്രാഗൺ ബോൾ കയ്യിൽ വന്ന പോലെ ഉണ്ട്. വയ്യ. എൻ്റെ ഉണ്ണികൃഷ്ണ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ഓക്കെ, എല്ലാവരും അവിടെ പോയി ഗായ്സ്? തിരിച്ചു വരൂ. നിങ്ങളിവിടെ അല്ലേ? അടിപൊളിയായിരുന്നു. ഇവിടെ ഉണ്ട് അല്ലേ? താങ്ക് യു. ഇവിടെ ഉണ്ട് ഇവിടെ. ഓക്കെ, ഉറങ്ങിയല്ലോ ഉണ്ടു. അങ്ങനെ ഉറക്കുന്ന ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. ഓക്കെ ഷാസ്, എങ്ങനെയുണ്ട് ഷാസ്? ഇതും എൻ്റെതല്ല, അതും മാസ്റ്റർ ചോക്കോക്സി മൂപ്പര് പറഞ്ഞ ടെക്നിക്സ്. ഓക്കെ, ഗ്രേറ്റ് ഇൻവോക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ആരിസ് പേരി ജാൽക്കുൽ, ഹോളി മാസ്റ്റർ ജാൽക്കുലാണ് നമുക്ക് തന്നത് സ്പിരിച്വൽ ഹയറാർക്കി. മാസ്റ്ററിൻ്റെ വേർഷനാണ് നമ്മൾ പ്രെയർ ചെയ്യുന്നത്, ബ്ലെസ്സിങ് ചെയ്യുന്നതൊക്കെ എനർജി. കാരണം അപ്പോഴാണ് നമുക്ക് ആ എനർജി സെൻസേഷൻ നമുക്ക് കാര്യമായിട്ട് കിട്ടുന്നത്. വന്ദന, ഇന്നലെ മോർണിംഗിലെ സെഷൻ മുതൽ എനിക്ക് ഹാൻഡ്സിൽ നല്ല വൈബ്രേഷൻ ആൻഡ് പ്രിക്കിംഗ് സെൻസേഷൻ വരുന്നു. എനർജി ഇറങ്ങുമ്പോൾ പിന്നെ അല്ല, എനർജി ഇറക്കണം. നമുക്ക് പലതും ചെയ്യാൻ പറ്റും നല്ലതിന് വേണ്ടി. അപ്പോൾ ആ ഡിവൈൻ പ്ലാൻ പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ആവട്ടെ ഇൻഷാ അല്ലാഹ്. വേറെ എന്തെങ്കിലും ഉണ്ടോ ഗായ്സ്? നമുക്ക് എന്തെങ്കിലും വൈൻഡ് അപ്പ് ചെയ്യാം. ഏതായാലും നല്ലൊരു സെഷനല്ലേ അവസാനം, നല്ല കളറായിട്ട്. അതുകൊണ്ട് ഇനിയും ഇതുപോലെ സെഷൻസ് ഉണ്ടായിരിക്കും. വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ശുഭരാത്രി. അല്ല, താങ്ക് യു സാർ, താങ്ക് യു മാഡം, താങ്ക് യു. അപ്പോൾ ബൈ ബൈ, എൻജോയ്.